ഹലോ, ഇതാണെങ്കിൽ രാവിലെ നമ്മൾ മണ്ണാറശാല അമ്പലത്തിൽ പോവാണേ. രാവിലെ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. നല്ല നേരമൊക്കെ എടുത്ത് ഇങ്ങനെ സൂര്യനൊക്കെ ഉദിച്ചിങ്ങനെ വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് നല്ല ദേവീക്ഷേത്രം ഞങ്ങൾ അതുവഴിയാണ് പോയത്. അതും ഒരു ഭാഗ്യമായി. അവിടെ ഇറങ്ങി പൈസ ആയിട്ട് തൊഴുത് ഞങ്ങൾ അവരെല്ലാം വണ്ടി ഇരിക്കുമായിരുന്നു. പിന്നെ അതേ മണ്ണാറശാലയിൽ വന്നു. പെട്ടെന്ന് തന്നെ വന്നു. 60 കിലോമീറ്റർ ഉണ്ട് നമ്മളിവിടെ താമസിക്കുന്നത് തോന്നുന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പം സാധാരണ ഉള്ള പോലുള്ള തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളൊരു വെള്ളിയാഴ്ചയാണ് പോയത്. ഇതെല്ലാം അവിടുത്തെ ഇത് നേരത്തെ അമ്മയാണ്. ഇതിപ്പോൾ ഉള്ള അമ്മയാണ്. രണ്ടാമത് കാണിച്ചത് ഇപ്പോൾ ഉള്ള അമ്മയാണ്. നമുക്ക് ഞാൻ ചെറുതിലേങ്ങാണ്ട് പോയതാണ്. പിന്നെ പോയിട്ടേ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. ഞാനും ചിറ്റയും ഉണ്ടായിരുന്നു, മക്കൾ 2 ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ചെന്നപ്പം അത്ര കണ്ട് തിരക്കില്ല. പക്ഷെ ഞങ്ങൾ പിന്നെ തിരിച്ച് പോകാറൊക്കെ ആയപ്പോഴത്തേന് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, ചില ദിവസമാണ് തിരക്ക് കൂടുതൽ, അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ല. ഇതൊക്കെ ഇങ്ങനെ നമുക്കങ്ങനെ അമ്പലത്തിൽ ചെല്ലുമ്പോഴേ നമ്മൾ ഈ തൊഴുതൊക്കെ നടക്കുമ്പോൾ നമുക്കങ്ങനെ ഡീപ്പായിട്ട് അങ്ങനെ നിന്ന് ഒരു വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ തൊഴാനും ഒക്കെ ഉള്ളൊരു തിരക്കൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്നോർത്ത് ഇത് നമ്മൾ എടുത്തു എന്നുള്ളൂ. ഇതാണെങ്കിൽ നമ്മൾ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയാണ്. ഇതിൻ്റെ ഇവിടെയാണ് അമ്മ ഇരിക്കുന്നത്. നിലവറയുടെ അവിടെ അമ്മ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ അതൊരു സമയമുണ്ട്, അവർ പറയുന്ന ഒരു സമയമുണ്ട്. 10:30 തൊട്ട് നമുക്ക് കാണാം. അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്തിരിക്കണം. വെയിറ്റ് ചെയ്തിരുന്ന് കഴിയുമ്പോൾ ദാഹിക്കേണ്ട ചെറിയൊരു ക്യൂവേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കഴിയുമ്പം അമ്മ അവിടെ ഇങ്ങനെ ഇരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും അത് ചിലർക്ക് കണ്ട് തൊഴുതാൽ മതിയായിരിക്കും. പിന്നെ ചിലരിങ്ങനെ ഉരുളി കമഴ്ത്തിയൊക്കെ ഈ കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ളവരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ അതിങ്ങനെ 5 പ്രാവശ്യം വന്നാൽ കുഞ്ഞുങ്ങളെ കൊണ്ട് തൊഴിയിക്കണമെന്നും അങ്ങനെയൊക്കെയുണ്ട്. അപ്പം ഇത് പിന്നെ അങ്ങോട്ട് പോകുന്നിടത്തൊരു കുളമുണ്ട്. അതിലൊത്തിരി ഉണ്ട് കേട്ടോ. ഒരു പോയിട്ടുള്ളവർക്കറിയാം, നല്ലൊരു ഏരിയയാണ്. അവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര അത് നമുക്ക് എത്ര പറഞ്ഞാലും നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോകണം, എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ അവിടുത്തെ ആ ഒരു ചൈതന്യം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഞങ്ങൾ അമ്മയൊക്കെ കണ്ട് തൊഴുത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയെ കണ്ടിട്ടാണ് നമ്മൾ ഇതാണ്. ഇതിനകത്ത് മൊത്തം ആമയാണ് ഇത് കിടക്കുന്നത്. നല്ല ക്ലിയറായി ഒരെണ്ണത്തെയൊക്കെ കാണാം. മൊത്തം ആമയാണ്. അനങ്ങുന്നതിൻ്റെ അവിടെ എല്ലാം ആമയുണ്ട്. അത് കണ്ടോ എല്ലാം ഇതെല്ലാം കണ്ട് കുഞ്ഞുങ്ങളെല്ലാം കാണിച്ച് ഞങ്ങൾ പിന്നെ അവിടെ കയറി തൊഴുത് നമുക്ക് മാലയും അതുമെല്ലാം കൊടുത്ത് പിന്നെ പ്രസാദമൊക്കെ അമ്മയുടെ അടുത്തുനിന്ന് നമുക്കൊരു ശകലം പ്രസാദം തരും തൊടാനൊക്കെ. അതുമെല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ വന്ന് കുറേ ഇച്ചിരി ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും ഒന്നും എടുക്കാൻ ഉള്ള ഇത് കിട്ടില്ല. കാരണം കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവരെയും കൊണ്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരവിടെ